ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ ജസ്റ്റിൻ ദ മാർട്ടയർ. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മറ്റൊരു കാര്യമാണ്. ഒരു ക്രിസ്ത്യാനി ശിഖണ്ഡിയോ പാഷണ്ഡനോ ആകാമോ? പാടില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആണും പെണ്ണും കെട്ടവനായി മാറാമോ ഒരു ക്രിസ്ത്യാനി? ആകരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ പഠിപ്പിച്ച ഒരു കാര്യം വിശുദ്ധ കുർബാനയെക്കുറിച്ചായി. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് ക്രിസ്ത്യാനികൾ രഹസ്യമായിട്ട് ഒരുമിച്ച് കൂടി ശിശുക്കളുടെ മാംസം ഭക്ഷിക്കുന്നതല്ല, മറിച്ച് ബലിയർപ്പണം അവിടെ സംഭവിക്കുന്നത് എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമതൊരു കാര്യം, പാഷണ്ഡത ഉയർന്നു നിന്ന സമയത്ത് അതിനെതിരായിട്ട് എഴുതുകയും അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത, യുദ്ധം ചെയ്ത ഒരു വ്യക്തിയാണ് വിശുദ്ധ ജസ്റ്റിൻ, രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ. അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയം പങ്കിട്ട് കൂടെ നിന്ന മറ്റു വ്യക്തികളും ഉണ്ടായിരുന്നു. ഒരിക്കൽ സംഭവം ഉണ്ടായത്, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ നിർബന്ധിച്ചിരുന്ന ഒരു കാലം, സത്യദൈവത്തിലുള്ള വിശ്വാസം തള്ളിപ്പറയാനായിട്ട് നിർബന്ധിതരായ വ്യക്തികൾ, അങ്ങനെയുള്ളവരുടെ ഗണത്തിൽ ഇവരും പെട്ടു. ഈ വിശുദ്ധ ജസ്റ്റിനും അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും. പ്രീഫെക്റ്റ് റെക്റ്റിക്കുസ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിർബന്ധിച്ചുകൊണ്ട് അതിന് വിസമ്മതിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇന്ന് നിന്നെ അടിച്ചു വന്നാൽ നീ സ്വർഗത്തിലെത്തും എന്ന് വിചാരിക്കുന്നുണ്ടോ? നിനക്ക് അങ്ങനെ ഒരു സങ്കല്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് വിശുദ്ധ ജസ്റ്റിൻ പറഞ്ഞത്, സങ്കല്പമല്ല, എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്. നീ എന്നെ അടിച്ചു വന്നാൽ, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ പേരിൽ നിലകൊണ്ടപ്പോൾ നീ എന്നെ അടിച്ചു വന്നാൽ ഞാൻ സ്വർഗത്തിൽ പോയിരിക്കും. ഇനി അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രീഫെക്റ്റ് അവൻ വളരെ കോപാകുലനായി. എന്നിട്ട് അദ്ദേഹം ഓർഡർ ഇട്ടു, വിഗ്രഹാരാധന നടത്താത്തവരെ അവരെ അടിക്കണം, പിന്നീട് തലവെട്ടണം. ഇത് കേട്ടിട്ടും ജസ്റ്റിനും അവൻ്റെ കൂട്ടാളികളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കില്ല, ഞങ്ങൾ പാഷണ്ഡത അംഗീകരിക്കത്തില്ല, സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്താ കിട്ടിയെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരെല്ലാം രക്തസാക്ഷികളാക്കി മാറ്റി. അവരെ അടിക്കുകയും അവരുടെ തലവെട്ടി അവരെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അതെല്ലാം സധൈര്യം നിന്ന് സ്വീകരിച്ച വ്യക്തികളാണ് ഈ വിശുദ്ധ ജസ്റ്റിനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, സഭാപിതാവായ തെർത്തൂലിയൻ അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. സഭാപിതാവ് അദ്ദേഹം പറഞ്ഞത്, ദ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഓർ ചർച്ച്. ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി വളരാൻ കാരണമായത്, സഭ വളരാൻ കാരണമായത്, വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായത് രക്തസാക്ഷികളുടെ ചുടുനിണം. അതിലൂടെയാണ് സഭയ്ക്ക് വളർച്ച ഉണ്ടായത് എന്ന് ജസ്റ്റിനെ പോലുള്ള രക്തസാക്ഷികൾ ആ ഒരു കാര്യം സഭയിൽ നിറവേറ്റി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പല കാരണങ്ങളാൽ രക്തസാക്ഷികളായവരുണ്ട് കേട്ടോ. വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളായി തീർന്ന വ്യക്തികൾ, ജസ്റ്റിനും അവൻ്റെ കൂടെ മരിച്ചവർ, അതുപോലെ മറ്റു പല വിശുദ്ധരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. വിശ്വാസത്തെ പ്രതി 2 മക്കവായർ 6-ാം അധ്യായം വായിക്കുമ്പോൾ, ഏലയാസർ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിക്ഷിപ്തമായ ആ ഭക്ഷണം അത് സ്വീകരിക്കില്ല, കഴിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഏലയാസർ. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ 2 മക്കവായർ 7-ാം അധ്യായം, ഒരു വിധവയും 7 മക്കളും ദാരുണമായി കൊല്ലപ്പെട്ടു. എന്തിനു വേണ്ടി? വിശ്വാസത്തിൻ്റെ പേരിൽ. അവർ പറഞ്ഞു, ഞങ്ങളെ പീഡിപ്പിച്ചാലും കൊന്നാലും വിശ്വാസം ത്യജിക്കുന്ന കാര്യമില്ല, അതിന് ഞങ്ങളെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളെ അവിടെ കാണാൻ പറ്റും. പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ രക്തസാക്ഷിയാകാൻ റെഡിയാണ് എന്ന് പറഞ്ഞ എത്രയോ വിശുദ്ധരുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. മരിയ കുര്യത്തി, എൻ്റെ ശരീരം നിങ്ങൾ കഷ്ണമാക്കിയാലും പാപം ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല, പാപത്തിൻ്റെ കറ എൻ്റെ ശരീരത്തിൽ ഏൽക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന രക്തസാക്ഷിയെ കാണാൻ പറ്റും മരിയ കുര്യത്തിയിൽ. ഇതുപോലെ തന്നെ വിശുദ്ധ അഗത, വിശുദ്ധ ലൂസി, സിസിലി, ഇങ്ങനെയുള്ള പല വിശുദ്ധരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപത്തിൻ്റെ മാലിന്യം ഒഴിവാക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം ഏറ്റെടുക്കാൻ സന്നദ്ധരായ വ്യക്തികളാണ് അവർ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറായവർ. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ രക്ഷിക്കാൻ തയ്യാറായി. അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റ് നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്താൻ അവൻ തയ്യാറായി. ഇതെല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒരു സന്ദേശമാണ്. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ അദ്ദേഹം ചെയ്തൊരു കാര്യം, കൂടെ ഉണ്ടായിരുന്ന ഒരു തടവുകാരൻ, അവന് വേണ്ടി 10 പേരിൽ
ഇത് മരണത്തിലേക്ക് പോകുന്ന 10 പേരിൽ ഒരാളാകാൻ അവൻ മുമ്പോട്ട് വന്നു. എന്നിട്ട് അവനെ വിട്ടേക്ക്, അവന് കുടുംബവും മക്കളും ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് അവന് പകരക്കാരനായിട്ട് ഞാൻ ഈ രക്തസാക്ഷിത്വം ഏറ്റെടുത്തേക്കാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് മാക്സിമിലിയൻ കോൾബെ. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ശിഖണ്ഡിയാകുന്നത് നല്ലതല്ല, പാഷണ്ഡനാകുന്നത് നല്ലതല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മഹാഭാരതത്തിലെ ഒരു പുരാതന കഥാപാത്രം. പുരുഷനായി ജനിച്ചിട്ട് സ്ത്രീയായി മാറിയ ഒരു വ്യക്തി, അർജുനൻ്റെ രണ്ടാമത്തെ ഭാര്യയായി മാറിയ ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ആണും പെണ്ണും അല്ലാത്തവർ നപുംസകം എന്ന് പറയാറുണ്ട്. നപുംസകം. ഇനി വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ആണും പെണ്ണും കെട്ട ഒരവസ്ഥയിൽ വേണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റും. അതെപ്പോഴാണ്? 2 വഞ്ചിയിൽ കാലുവെക്കുമ്പോൾ. നമ്മൾ കാണുന്നുണ്ട് 1 രാജാക്കന്മാർ 18-ാം അധ്യായം 21-ാമത്തെ വചനം എടുക്കുമ്പോൾ ഏലിയ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര നാളിങ്ങനെ 2 വഞ്ചിയിൽ കാലുവെക്കും? നമ്മൾ വിശ്വാസികളാണെന്ന് പറയുകയും ചെയ്യും, പള്ളിയിലും പോകും, പ്രാർത്ഥിക്കുകയും ചെയ്യും, പക്ഷേ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ 2 വഞ്ചിയിൽ കാലുവെക്കുന്നവരെ പോലെയാണ് നമ്മൾ. ഇനി അത് നമ്മുടെ ജീവിതം വേസ്റ്റാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ശരിയായ വിശ്വാസത്തോടെ ജീവിക്കുവാൻ തീരുമാനമെടുക്കാം. വിശ്വാസത്തിന് നിരക്കാത്ത സകല കാര്യങ്ങളും വെറുത്തുപേക്ഷിക്കുവാനുള്ള തീരുമാനമെടുത്ത് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒരുമിച്ച് വരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.